ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരടാറ് ഐറ്റമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഞങ്ങളുടെ നാട്ടിലെ വിരുന്ന് സൽക്കാരത്തിനൊക്കെ ഇപ്പോൾ ഇതാണ് കേട്ടോ താരം. എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 കപ്പ് ആദ്യം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 1/4 കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ബാക്കിയുള്ള 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ എടുക്കുന്ന പൊടിയുടെയും വെള്ളത്തിൻ്റെയും കണക്ക് ഒരുപോലെയാണ്. 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മൊത്തം 1.5 കപ്പാണല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെയും അളവ്. ഇങ്ങനെ നന്നായിട്ട് കലക്കിയ മാവ് പൊങ്ങി വരാനായി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിൽ കൂടുതലായിട്ട് പൊങ്ങാൻ വെക്കരുത് കേട്ടോ. ഞാനിവിടെ 6:40 ആയപ്പോഴാണ് വെച്ചത്. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അത്രയും സമയം നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി എന്തൊക്കെയാണ് മറ്റ് ചേരുവകളെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കനാണ്. 300 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. വളരെ നേർമയായിട്ട് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ചിക്കൻ അരിഞ്ഞെടുക്കേണ്ടത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഇത്തിരി സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ചിക്കനൊന്ന് കുറച്ച് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചീസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇവിടെ അമൂലിൻ്റെ ചീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പക്കലുള്ളത് ചീസ് സ്ലൈസ് ആണെങ്കിൽ അത് 2 എണ്ണം എടുത്താൽ മതിയാകും. അപ്പോൾ ദാ ഇവിടെ ഇനി വേറെ വേണ്ടത് മയോണൈസാണ്. മയോണൈസ് റെഡിമെയ്ഡ് വാങ്ങിക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇതാ ഒരു ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും വളരെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെക്കേണ്ടതുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം നമ്മുടെ ചിക്കനിൽ നീരൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും മല്ലിയിലയും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അവസാനമാണ് കേട്ടോ നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ ചിക്കനിൽ മാത്രമാണല്ലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ടതാണ്. ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കവും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാ ചീസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വളരെ നേർമയായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനത് മറ്റൊരു പാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുമ്പോഴേക്കും 1 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടാവും. നമ്മുടെ മാവ് നമുക്ക് നോക്കാം. ഇതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമയവും കാണാം. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷീറ്റ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് അടുപ്പത്തൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒന്ന് ഓയിൽ കൊണ്ട് തുടച്ചു കൊടുക്കുക. അധികം ഓയിലോ നെയ്യോ ഒന്നും തൂകേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് പാനാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ 1 തവി മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്.
അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച ചിക്കൻ മസാലയിലേക്ക് മയോണൈസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെക്കേണ്ടതുണ്ട്. പാനിലേക്ക് മാവ് കോരി ഒഴിച്ച ഉടൻ തന്നെ നമുക്ക് ഈ ചിക്കൻ മിക്സ് അതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കാം. നമ്മൾ എന്താ പറയുക, ഇത് ചേർത്തെന്ന് കരുതിയിട്ട് അത് വേവാണ്ടൊന്നും വരില്ല കേട്ടോ. നമ്മൾ ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുമ്പം തന്നെ അതിൽ നന്നായി ഹോൾസൊക്കെ വന്നിട്ട് നല്ലൊരു ഷീറ്റ് തന്നെ തയ്യാറായിട്ട് ഇതിനോട് മയോണൈസൊക്കെ അലിഞ്ഞ് വരുന്നതും ചീസൊക്കെ ഒന്ന് നന്നായിട്ടിങ്ങനെ അലിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന, കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് കേട്ടോ ഇത് വലിയ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ.